ചേട്ടാ ഈ മണ്ണിടുന്നതിൻ്റെ പ്രത്യേകത എന്തെന്നാണ്? ഇതുണ്ടല്ലോ, ഇത് നമ്മൾ കമ്പോസ്റ്റ് വളമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മണലും മണ്ണും കൂടെ ചേർന്ന് കമ്പോസ്റ്റും കൂടെ ചേർന്ന് വരുന്ന ഒരു കൂട്ടാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പോസ്റ്റ് നമ്മളെപ്പോഴും ഈ റോസയുടെ മൂട്ടിൽ ഇതുപോലെ ഈ റോസയുടെ മൂട്ടിൽ വരുന്ന പുല്ലുകളൊക്കെ മാറ്റിയിട്ട് ഈ കമ്പോസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളമാണ്. അതുകൂടാതെ നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ മഴയുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ചൂട് വരികയാണ്. അപ്പോൾ ഇനി അതിന് മുമ്പായിട്ടൊരു മഴയുണ്ട്. അപ്പോൾ ഈ മഴ വരുന്ന സമയത്ത് ഈ ചെടിയുടെ മൂട്ടിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് മണ്ണിടാൻ നേരത്ത് ഈ വെള്ളം ഇതിൽ പിടിച്ച് നമ്മളിപ്പോൾ ഇടുന്ന ഈ കമ്പോസ്റ്റ് വളം എല്ലാം കൂടെ അരിഞ്ഞങ്ങോട്ട് ഇറങ്ങും. അതിനാണ് ഇങ്ങനെ ഈ മണ്ണും ഈ കമ്പോസ്റ്റ് വളം എല്ലാം കൂടെ ചേർത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഇടുന്നത്. അത് ഇടാനൊരു വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ പുല്ലൊക്കെ പറിച്ചതിന് ശേഷം ഇതേപോലെ ഇടാം, കള പറിച്ചതിന് ശേഷം. മനസ്സിലായോ? അങ്ങനെ ഇടുമ്പോഴാണ് ഇതുപോലെ നല്ല രീതിയിൽ റോസ് നിറച്ച് പൂവായിട്ട് വരുന്നത്. നമ്മുടെ സണ്ണിച്ചാറിൻ്റെ വീട്ടിൽ കണ്ടോ, അവർ വളം ഇട്ടിട്ട് അവരുടെ റോസ് ഒന്ന് പൂക്കളെന്ന് പറഞ്ഞൊരു കാര്യം എന്ന് അറിയാം. അവർ ഇങ്ങനെ ഈ നമ്മൾ റൗണ്ട് ചെയ്ത് മണ്ണിടയില്ല, വളവും ഇടത്തില്ല. മനസ്സിലായില്ലേ? മഴ പെയ്യുമ്പോൾ ഇവരിടുന്ന വളമെല്ലാം ഒലിച്ച് പോകും. അത് മാത്രമല്ല, ഈ കളയുള്ള സമയത്താണ് ഇവർ ഈ വളം ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കളയെല്ലാം കഴിക്കും. ഈ നമ്മളിടുന്ന വളം ചെടിക്ക് പിടിക്കാൻ കാണുമല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതൊരു കാര്യം. നല്ല സൂപ്പർ പൂവല്ലെല്ലാം. കാരണം നമ്മളെപ്പോഴും ചെടിക്ക് വളമിടുമ്പം ചെടിയുടെ കളകളെല്ലാം പറിച്ച് കളയണം. അല്ലെന്നുണ്ടെങ്കിൽ ചെടിക്ക് കിട്ടാതെ കളകൾ മാത്രം ഈ വളം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സൺഡേ വിശേഷങ്ങൾ. സൺഡേ അവധിയുള്ള ദിവസങ്ങളിൽ ചെടികളും ഗാർഡൻ വർക്കും ഒപ്പം നമ്മുടെ കൃഷിപ്പണിയായിട്ട് ഒരു ദിവസം അങ്ങനെ പോയി കിട്ടും.